ഓക്കെ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ 7th എക്സ്പെരിമെൻ്റാണ്. എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ക്രിയേറ്റ് എ ബൈനറി ട്രീ ഫോർ എ ഗിവൺ സിമ്പിൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആൻഡ് ഫൈൻഡ് ദ പ്രിഫിക്സ് ഓർ പോസ്റ്റ് ഫിക്സ് ഈക്വലൻറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് എ ട്രീ ആൻഡ് വാട്ട് ഈസ് എ ബൈനറി ട്രീ. ഈ രണ്ടും അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അറേയും സ്റ്റാക്കും ക്യൂവും ലിങ്ക്ഡ് ലിസ്റ്റും ഒക്കെ പഠിച്ചു ഡാറ്റാ സ്ട്രക്ചറിനകത്ത്. ഇനി അനദർ ഫോർമേഷൻ ഓഫ് ഡാറ്റ ഇൻ ഡാറ്റാ സ്ട്രക്ചർ ഈസ് കാൾഡ് ട്രീ. ദിസ് ഈസ് ദ ട്രീ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് പല ബ്രാഞ്ചസുകൾ തിരിയുന്നുണ്ട്. ഓരോ ബ്രാഞ്ചിൽ നിന്ന് പിന്നെ അനദർ ബ്രാഞ്ചസ് പോകുന്നുണ്ട്. ദിസ് ഫോർമേഷൻ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഈസ് കാൾഡ് ഹയറാർക്കിക്കൽ ഡാറ്റ ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദ ട്രീ. അപ്പോൾ ഇങ്ങനെ ബ്രാഞ്ച് തിരിഞ്ഞ് പോകുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രീ എന്നുള്ളത്. ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റ് ബ്രാഞ്ചുകൾ തിരിഞ്ഞ് പോകുന്നു. ഒരു ബ്രാഞ്ചിൽ നിന്നും മോർ ദാൻ വൺ ബ്രാഞ്ചസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇതൊരു ഹയറാർക്കി ആണ്, ഒരു ഹയറാർക്കിയാണ്. നമ്മൾ ഒരു ഏത് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ, എന്തെടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു ഹയറാർക്കി ഉണ്ടായിരിക്കും. ആ ഹയറാർക്കി തന്നെയാണ് നമ്മൾ ഈ ഡാറ്റാ സ്ട്രക്ചറിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റിലിരിക്കുന്ന ആ പൊസിഷനിലിരിക്കുന്ന ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു നോഡിനെ നമ്മൾ റൂട്ട് എന്ന് പറയും. ഏറ്റവും ലാസ്റ്റിലിരിക്കുന്ന നോഡ്സ് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിലിരിക്കുന്ന ഡാറ്റ അതിനെ നമ്മൾ ലീഫ് എന്നാണ് പറയുന്നത്, ലീവ്സ്. ഇപ്പോൾ all the data in between root and leaves are called intermediate or internal nodes. അങ്ങനെ 3 ടൈപ്സ് ഓഫ് നോഡ്സ് ആണ് ഒരു ട്രീക്കകത്ത് ഉള്ളത്, ഒരു ഹയറാർക്കിക്കൽ ഡാറ്റാ സ്ട്രക്ചറിനകത്ത് ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ട്രീ ആണ്. ദെൻ വാട്ട് ഈസ് ബൈനറി ട്രീ? ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് അറിയേണ്ടത് ബൈനറി ട്രീ ആണ്. വാട്ട് ഈസ് എ ബൈനറി ട്രീ? Binary tree is a data structure. It is a non-linear and hierarchical data structure where each node has at most 2 children referred to as left child and right child. അപ്പോൾ ഹയറാർക്കിക്കൽ നോൺ-ലീനിയർ ആയിട്ടുള്ള ഹയറാർക്കിക്കൽ ഡാറ്റാ സ്ട്രക്ചറിൽ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നു. പക്ഷേ അതിനകത്തൊരു കണ്ടീഷനുണ്ട്. ഈച്ച് നോഡ് ഹാസ് അറ്റ് മോസ്റ്റ്, ദാറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് in a node is 2, that is the left child and right child. ഒരു നോഡിന് മാക്സിമം ചൈൽഡ്സ് അല്ലെങ്കിൽ സബ് നോഡ്സ് ഉണ്ടാകുന്നത്, സബ് ട്രീ ഉണ്ടാകുന്നത്, ഇതിനെ നമ്മൾ സബ് ട്രീ എന്ന് പറയും. ഒരു ട്രീയിൽ നിന്ന് ബ്രാഞ്ച് തിരിഞ്ഞു പോകുന്നത് ഇതൊരു സബ് ട്രീ ആണ്, ഇതൊരു സബ് ട്രീ ആണ്, ഇതൊരു സബ് ട്രീ ആണ്, ഇതൊരു സബ് ട്രീ ആണ്. ഇതെല്ലാം ഈ ഒരു റൂട്ടിൽ നിന്നും ബ്രാഞ്ച് ചെയ്ത് പോകുന്നതാണ്. ഓരോ ബ്രാഞ്ചിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന അടുത്ത ട്രീയെ നമ്മൾ സബ് ട്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബൈനറി ട്രീ എന്ന് പറയാൻ കാരണം വേർ ഈച്ച് നോഡ് ഹാസ് അറ്റ് മോസ്റ്റ് 2 ചിൽഡ്രൻ റെഫേർഡ് ടു ആസ് ലെഫ്റ്റ് ചൈൽഡ് ആൻഡ് റൈറ്റ് ചൈൽഡ്. ഒരു നോഡിന് മാക്സിമം നമ്പർ ഓഫ് ചൈൽഡ്സ് എന്ന് പറയുന്നത് 2 ആണ്. ആ 2 ചൈൽഡ്സ് ഒന്ന് ലെഫ്റ്റ് ചൈൽഡും ഒന്ന് റൈറ്റ് ചൈൽഡുമാണ്. ദ ടോപ്പ് മോസ്റ്റ് നോഡ് ഈസ് കാൾഡ് റൂട്ട് ആൻഡ് ദ ബോട്ടം മോസ്റ്റ് നോഡ്സ് ആർ കാൾഡ് ലീവ്സ് ആൻഡ് ആൾ അതർ നോഡ്സ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ലീവ്സ് ആർ കാൾഡ് ഇൻ്റർമീഡിയറ്റ് ഓർ ഇൻറ്റേർണൽ നോഡ്സ്. അത് നമ്മൾ ട്രീയിൽ പറഞ്ഞല്ലോ. പക്ഷേ വാട്ട് ഈസ് ദ ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോഡിൽ മാക്സിമം നമ്പർ ഓഫ് സബ് നോഡ്സ് ഓർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ 2 പാടുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റൂട്ടിന് 4 ഉണ്ട്. ഇതൊരു ബൈനറി ട്രീ അല്ല. പക്ഷേ ഈ സബ് ട്രീ ഒരു ബൈനറിയാണ്, ഇതൊരു ബൈനറിയാണ്, ഇതൊരു ബൈനറിയാണ്. പക്ഷേ ഈ റൂട്ട് നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ട്രീസ് ബൈനറി ട്രീ അല്ല. അപ്പോൾ ഇതൊരു ബൈനറി ട്രീ ആണ്. ഒരു റൂട്ട്, ആ റൂട്ടിൽ നിന്ന് മാക്സിമം 2 ഉള്ളൂ. ഈ റൂട്ടിൽ നിന്ന് 1 ഉള്ളൂ, ലെഫ്റ്റിലോട്ടേ ഉള്ളൂ, റൈറ്റിലോട്ടില്ല. ഇതിലാണെങ്കിൽ
ലെഫ്റ്റും റൈറ്റും ഇല്ല, അതുകൊണ്ട് ഇതിനെ ലീഫ് നോഡെന്ന് പറയും. സിമിലർലി ഈ റൂട്ടിൻ്റെ റൈറ്റ് ചൈൽഡാണ് ഇത് അതിൻ്റെ സബ് ട്രീ ആണ്. അപ്പോൾ ഈ റൈറ്റ് ചൈൽഡിൽ തന്നെ 2 നോഡ്സ് ഉണ്ട്, ഒന്ന് ലെഫ്റ്റ് നോഡ് റൈറ്റ് നോഡ്. അപ്പോൾ ഇതിൻ്റെ ഈ റൂട്ടിൻ്റെ സബ് ട്രീ ആണ്. ഈ ലെഫ്റ്റ് നോഡിൽ വന്നു കഴിഞ്ഞാൽ അതിന് ആ നോഡിനകത്ത് ലെഫ്റ്റും റൈറ്റും നള്ളാണ്, എം ടി ആണ്. അപ്പോൾ ഇതൊരു ലീഫ് നോഡാണ്. സിമിലർലി ദിസ് ഈസ് ഓൾസോ എ ലീഫ് നോഡ്. ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ബൈനറി ട്രീ. മനസ്സിലായല്ലോ. ഇനി ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീ, ഒരു നോഡ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈച്ച് നോഡ് ഇൻ ദ ട്രീ ഹാസ് 3 പാർട്സ്. ഒരു ഡാറ്റ പാർട്ട്, ആ ഡാറ്റ പാർട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ, അത് ഒന്നുകിൽ ഒരു ഡീഫോൾട്ട് ഡാറ്റ ടൈപ്പ് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും. എന്തായാലും ഒരു ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും. ദെൻ അതിനകത്ത് എ പോയിൻ്റർ ടു ലെഫ്റ്റ് നോഡ് ആൻഡ് അനദർ പോയിൻ്റർ ടു റൈറ്റ് നോഡ്. അങ്ങനെ 3 പാർട്ടുകളാണ് ഒരു നോഡിനകത്ത് ഉള്ളത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് പോലെയാണ്. എൻ്റെ ഡെഫിനിഷൻ എന്നാണ് ഡാറ്റ ഡെഫിനിഷൻ നോഡ് ഡിഫൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്ട്രക്ട് ലിങ്ക്. ഒരു ഇൻറ്റിജർ ഡാറ്റയാണ്. നമ്മൾ ഇൻറ്റിജർ തന്നെ വേണമെന്നില്ല, ഏത് ഡാറ്റ വേണമെങ്കിലും കൊടുക്കാം. ഒരു ഡാറ്റ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഇൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ദെൻ അതിൻ്റെ തന്നെ സെയിം നോഡ്സിൻ്റെ 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചൈൽഡിൻ്റെ പോയിൻറ്റേഴ്സ്, അതായത് ലെഫ്റ്റ് നോഡിനെയും റൈറ്റ് നോഡിനെയും പോയിൻ്റ് ചെയ്യുന്ന 2 പോയിൻ്റർ അതിൻ്റെ റൂട്ട് നോഡിനുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ടിന് ഇതിൻ്റെ അഡ്രസ്സും ഉണ്ടാവും, ലെഫ്റ്റ് അഡ്രസ്സും ഉണ്ടാവും. ഈ റൂട്ടിൻ്റെ റൈറ്റ് അഡ്രസ്സ്, റൈറ്റ് സബ് ട്രീയുടെ അല്ലെങ്കിൽ റൈറ്റ് നോഡിൻ്റെ അഡ്രസ്സും ഉണ്ടാകും. അതായത് ഇതിനെ ചൈൽഡ് എന്ന് പറയും. അപ്പോൾ റൂട്ടിനകത്ത് ഒരു ഡാറ്റയും ഉണ്ടായിരിക്കും, ഒരു ലെഫ്റ്റ് ചൈൽഡിൻ്റെ അഡ്രസ്സും ഉണ്ടാകും, റൈറ്റ് ചൈൽഡിൻ്റെ അഡ്രസ്സും ഉണ്ടാകും. ആ ഡെഫിനിഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 4 നോഡ്സ് ഉണ്ട്. 2 ആണ് റൂട്ട് നോഡ്. ആ 2ൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3യുടെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈ 5ന് വേറെ ചൈൽഡ്സ് ഒന്നുമില്ല. സോ 5 ഈസ് എ ലീഫ് നോഡ്. ആൻഡ് 3 ഈസ് നോട്ട് എ ലീഫ് നോഡ് ബിക്കോസ് 3 ഹാസ് എ ചൈൽഡ്, ലെഫ്റ്റ് ചൈൽഡ്, ദാറ്റ് ഈസ് 5. സോ 3 ഈസ് നോട്ട് എ ലീഫ് നോഡ്. 3 is an intermediate node or internal node, but 3 has no right child. The right node is empty. Similarly, 2 is a root node and 2 has 2 children. Left child is 3 and right child is 4. So 2 is a root node. And 3 and 4 has no left child and right child. So 4 is a leaf node. അപ്പോൾ ഈ രീതിയിൽ ഡാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഇതൊരു ട്രീ സ്ട്രക്ചറാണ്. ഈ ട്രീ സ്ട്രക്ചറിൽ ഡാറ്റ അറേഞ്ച് ചെയ്യുന്ന എക്സാമ്പിളാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സാണ് ഈ കിടക്കുന്നത്. സിമിലർലി 3യുടെ അഡ്രസ്സ് ഇത്, 4ൻ്റെ അഡ്രസ്സ് ഇത്, 5ൻ്റെ അഡ്രസ്സ് ഇത്. ഇനി നമ്മളിതിനെ അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ 4 നോഡ് ഇതുപോലെ ക്രിയേറ്റായി. ഇനി ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ൻ്റെ ലെഫ്റ്റിലേക്ക് 3യുടെ നോട്ട് വയ്ക്കും. 3യുടെ നോഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനെ നമ്മൾ 2ൻ്റെ ലെഫ്റ്റിലേക്ക് വയ്ക്കും. അപ്പോൾ ദർ ഈസ് ആൻ എഡ്ജ് ബിറ്റ്വീൻ 2 ആൻഡ് 3. ഈ ലൈൻ നമ്മൾ എഡ്ജ് എന്നാണ് പറയുന്നത്. 2 നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് എഡ്ജ് എന്ന് പറയും. അപ്പോൾ 2ൽ നിന്ന് 3യിലേക്കൊരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. ദാറ്റ് മീൻസ് ആൻ എഡ്ജ് ഈസ് ഡെവലപ്ഡ് ഇൻ ബിറ്റ്വീൻ 2 ആൻഡ് 3. സിമിലർലി 2ൻ്റെ റൈറ്റ് ചൈൽഡായിട്ട് നമ്മൾ 4 ആണ് വയ്ക്കുന്നത്. 4ൻ്റെ 4 4 7 3 710 അത് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് ആൻ എഡ്ജ് ബിറ്റ്വീൻ 2 ആൻഡ് 4. ദാറ്റ് ഈസ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് 2. ഓക്കെ. സിമിലർലി ഇനി 3ക്ക് ഒരു ലെഫ്റ്റ് ചൈൽഡുണ്ട്. 5 ആണ് എൻ്റെ ചൈൽഡ്. അപ്പോൾ 5 എൻ്റെ പോയിൻ്റ് എടുത്ത് 3യുടെ ലെഫ്റ്റിലേക്ക് വയ്ക്കുന്നു. അതിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് നള്ളാണ്. അപ്പോൾ അങ്ങോട്ടില്ല. അപ്പോൾ 3ക്ക് ഒരു ലെഫ്റ്റ് ചൈൽഡ് മാത്രമേ ഉള്ളൂ. അത് 3ക്ക് ഒരു റൂട്ട് ചൈൽഡുണ്ട്. സോ 3 ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഓർ ഇൻറ്റേർണൽ നോഡ്. ദെൻ 5 ഹാസ് നോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചൈൽഡ്സ്.
5 ലെഫ്റ്റ് നോഡ് നള്ള്, റൈറ്റ് നോഡ് നള്ള്. സിമിലർലി 4ൻ്റെ ലെഫ്റ്റ് നള്ള്, റൈറ്റ് നള്ളാണ്. 4 നമ്മൾ 2ൻ്റെ റൈറ്റ് നോഡായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് നമ്മൾ ട്രീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ ട്രീ ഫോർമാറ്റ്. ഇറ്റ്സ് എ ഹയറാർക്കിക്കൽ ഫോർമാറ്റ്. ദ ഹയറാർക്കി ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് നോഡിന് നമ്മൾ റൂട്ടെന്നും ഏറ്റവും ബോട്ടം മോസ്റ്റ് നോഡ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോഡിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇല്ല എങ്കിൽ അതിനെ നമ്മൾ ബോട്ടം നോഡ് എന്ന് പറയും. അതിനെ നമ്മൾ ലീഫ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ലീവ്സ്. ദെൻ the nodes between root and leaves nodes are called intermediate node or internal nodes. ഓക്കെ, ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിൻ്റെ കോഡാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് എഴുതി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നാനോ v3.c stdio.h കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് അലോക്കേഷനാണ്. ഞാൻ stdlib.h കൊടുക്കുന്നു, മെമ്മറി അലോക്കേഷന് വേണ്ടി. ഇനി നമ്മളെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാണ്. ടൈപ്പ് ഓഫ് സ്ട്രക്ട് ലിങ്ക്. നിങ്ങൾക്ക് എന്ത് പേര് വേണോ, ലിങ്ക് എന്ത് പേര് വേണോ കൊടുക്കാം. ഞാനിവിടെ ടാഗ് നെയിം ലിങ്ക് എന്ന് കൊടുത്തതേ ഉള്ളൂ. അതിനകത്ത് ഒരു ഡാറ്റ, നമ്മൾ ന്യൂമറിക് ഡാറ്റയാണ് അതിനകത്തിരിക്കുന്നത്, ഇൻഡ് ഡാറ്റ. ദെൻ സ്ട്രക്ട് ലിങ്ക് ലെഫ്റ്റ് ചൈൽഡിന് സ്റ്റാർ ലെഫ്റ്റ് എന്നും റൈറ്റിന് സ്റ്റാർ റൈറ്റ് എന്നും കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു നോഡ് ഡാറ്റ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ. ഇനി നമ്മൾ മെയിൻ എഴുതുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ്, ട്രീ സ്ട്രക്ചറാണ് ഡിഫൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് റൂട്ടുണ്ട്. ഹയറാർക്കിക്കൽ അല്ലെങ്കിൽ ട്രീ സ്ട്രക്ചറിന് ഒരു റൂട്ട് ഉണ്ടാവും. അപ്പോൾ ആ റൂട്ടിന് അതിൻ്റെ ടൈപ്പ് നോഡ് ടൈപ്പാണ്. അപ്പോൾ ഞാൻ നോഡ് സ്റ്റാർ റൂട്ട് ഈസ് ഈക്വൽ ടു അതിനെ നള്ളാക്കി വയ്ക്കുന്നു. ഇനിഷ്യലി അതിനെ നള്ളാക്കി വെച്ചു. ഇനി ഇതിനകത്ത് ഞാനൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. 2 എന്നുള്ള നോഡ് ക്രിയേറ്റ് ചെയ്ത് ഇൻഡിപെൻഡൻറ്റ് നോഡാണ്. 3 നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 2. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്രിയേറ്റ് ഫംഗ്ഷൻ എഴുതാണ്. കാരണം നമുക്ക് വേറെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ നോട്ട്സ് വോയിഡ് ക്രിയേറ്റ്, അതിനകത്തൊരു ഇൻറ്റിജർ ഡാറ്റയാണ് കൊടുക്കുന്നത്. ഡി എന്നൊരു വേരിയബിൾ കൊടുത്തു. ഇനി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോഡിൻ്റെ സ്റ്റാർ ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു നോഡ് സ്റ്റാർ മലോ ലിങ്ക് ലിസ്റ്റ് പോലെ തന്നെയാണ്. സൈസ് ഓഫ് ന്യൂ നോഡിൻ്റെ നോഡ് ആരോ ഡാറ്റയിലേക്ക് നമ്മൾ ഡി വയ്ക്കുന്നു. എൻ്റെ ലെഫ്റ്റ് ലൈറ്റിന് ഞാൻ നള്ളാക്കുന്നു. ന്യൂ നോഡ് ആരോ ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു നൾ. സിമിലർലി ന്യൂ നോഡ് ആരോ റൈറ്റ് ഇസ് ഈക്വൽ ടു നൾ. ഓക്കെ, ഇത് നമ്മൾ വോയിഡല്ല, ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു നോഡ് പോയിൻ്ററാണ്. കാരണം ഇത് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അഡ്രസ്സാണ് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നത്. അതിനെ ഞാൻ നേരെ റൂട്ടിലായിട്ട് അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ റൂട്ടിലേക്ക് ഞാൻ പുതിയൊരു നോഡങ്ങ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞാൽ 2 ആണ്, നമ്മൾ ആൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ന്യൂ എന്ന് പറഞ്ഞാൽ റൂട്ടിനകത്തോട്ട് ക്രിയേറ്റ് ആയി. ആദ്യം നള്ളായിരുന്നു, അത് ക്രിയേറ്റ് ആയി. ഇനി റൂട്ടിന് നമ്മൾ ലെഫ്റ്റും റൈറ്റും നള്ളാക്കി വെച്ചിരിക്കുകയാണ്. ന്യൂ നോഡ് ലെഫ്റ്റും റൈറ്റും നള്ളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇങ്ങനൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. അത് ഇതിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് വരണം. അപ്പോൾ
റൂട്ടിൻ്റെ ആരോ ലെഫ്റ്റ് ഈക്വൽ ടു ക്രിയേറ്റ് വിളിക്കുന്നു. ക്രിയേറ്റ് ലെഫ്റ്റ് 3 ആണ്. ഓക്കെ. സിമിലർലി റൂട്ടിൻ്റെ റൈറ്റ് ഈസ് ഈക്വൽ ടു ക്രിയേറ്റ് 4 ആണ്. അപ്പോൾ റൂട്ടിൻ്റെ ലെഫ്റ്റും ചൈൽഡുമായി. മനസ്സിലായില്ലേ? ഇപ്പോൾ 3യുടെ ലെഫ്റ്റും റൈറ്റും ഇപ്പം നള്ളായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ 3ക്ക് ഒരു ലെഫ്റ്റ് ചൈൽഡും ഉണ്ട്. അപ്പം 3 എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ ലെഫ്റ്റാണ് 3 അല്ലേ? റൂട്ടിൻ്റെ ലെഫ്റ്റ് നോഡാണ് 3. ആ 3യുടെ ലെഫ്റ്റ് നോഡാണ് 5. അപ്പോൾ ആരോ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു ക്രിയേറ്റ് 5. 2 3 4 5 2 3 4 5 ആയി. നാലിനോട് ക്രിയേറ്റ്. മനസ്സിലായില്ല? ഈ രീതിയിലാണ് നമ്മൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതങ്ങ് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മോഡൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് പ്രിൻ്റ് ചെയ്യാം. ഒന്നുകിൽ റൂട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് പ്രിൻ്റ് ചെയ്യുക, ദെൻ അങ്ങോട്ട് പ്രിൻ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് പോവുക, ദെൻ ഇത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിൻ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. 5 3 2 4. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇതിൽ വന്ന് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ഫങ്ഷനെ ഉപയോഗിക്കുന്നുള്ളൂ. പ്രിൻ്റ് %d ഞാനൊരു കോമ കൊടുത്തതാണ്. സെപ്പറേഷൻ ഉണ്ട്. %d ദെൻ കോമ %d. നമുക്ക് 4 വാല്യൂ ആണുള്ളത്. %d അപ്പോൾ 4 എണ്ണമായി. 4 നോഡിൻ്റെ ഡാറ്റയാണ് ഉണ്ട്. ആദ്യം ഞാൻ കഴിയുന്നത് ഈ 5 ആണ്. 5 എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ് ഇരിക്കുന്നത്. റൂട്ടിൻ്റെ ലെഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ റൂട്ട് ലെഫ്റ്റിൻ്റെ ലെഫ്റ്റ് ആരോ ലെഫ്റ്റ് അതിൽ ഇരിക്കുന്ന ഡാറ്റ അതാണ് 5. ദെൻ അടുത്ത് ഞാൻ പ്രിൻ്റ് ചെയ്യാണ്ടിരിക്കുന്നത് 3 ആണ്. 3 എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ ലെഫ്റ്റിൻ്റെ ഡാറ്റയാണ്. റൂട്ട് ആരോ ലെഫ്റ്റ് ആരോ ഡാറ്റ. ഓക്കെ. ദെൻ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ടിൻ്റെ ഡാറ്റയാണ്. റൂട്ട് ആരോ ഡാറ്റ കഴിഞ്ഞു. ഇനി റൈറ്റാണ്. റൂട്ടിൻ്റെ റൈറ്റിൻ്റെ ഡാറ്റ. ഇത്രയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. പ്രിൻ്റ് കഴിഞ്ഞിട്ട് ബാക്ക്സ്ലാഷ്. ഇതാണ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ, ഹൈറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചർ. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അറിയില്ല, നമുക്ക് റൺ ചെയ്ത് നോക്കാം. 5 3 2 4 കണ്ടില്ലേ? നമ്മൾ ചെയ്ത് അതേ ഓർഡറിൽ ആണ് ഇത് പ്രിൻ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഇത് ഈ ട്രീ ഫോർമേഷൻ കറക്റ്റാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. മനസ്സിലായി? റൂട്ടിൽ നിന്നാണ് എല്ലാ നോഡ്സിലും ഇരിക്കുന്ന ഡാറ്റയും നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ ട്രീ ഡാറ്റ സ്ട്രക്ചർ, ബൈനറി ട്രീ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ. Then the next procedure is a tree traversal. Tree traversal means visiting each and every nodes in a tree. ഇപ്പോൾ നമ്മൾ ബൈനറി ട്രീ ആണ്. 2 ബ്രാഞ്ച് മാക്സിമം, ഒരു റൂട്ടിന് 2 ബ്രാഞ്ചസേ മാക്സിമം വരുള്ളൂ. ഒരു ലെഫ്റ്റ് ബ്രാഞ്ചും റൈറ്റ് ബ്രാഞ്ചും. അപ്പോൾ ഇതൊരു കുറേ നോട്ട്സ് ഉണ്ടായിരിക്കും. നോട്ട്സിനകത്തുള്ള എല്ലാ ട്രീക്കകത്തുള്ള എല്ലാ നോട്ട്സും
നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പം ബൈനറി ട്രീയിൽ 3 തരം ട്രാവേഴ്സലാണുള്ളത്. ഫസ്റ്റ് ഈസ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ, ദെൻ ഇൻ ഓർഡർ ട്രാവേഴ്സൽ, ദെൻ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. പ്രീ ഓർഡർ ട്രാവേഴ്സൽ മീൻസ് അത് നമ്മൾ ഇതിനകത്തുനിന്ന് നോഡ് വിസിറ്റ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ്. ആ ഒരു മെത്തേഡിന് ആണ് നമ്മൾ പ്രീ ഓർഡർ. അത് ഏത് മെത്തേഡെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റൂട്ടിൽ വരും. റൂട്ടിൽ നിന്ന് അതിൻ്റെ ഡാറ്റ നമ്മൾ അങ്ങ് ആക്സസ് ചെയ്യും. ദെൻ ആ ഡാറ്റ എടുത്തതിന് ശേഷം അപ്പോൾ അതാണ് നമ്മൾ വിസിറ്റ്. ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അത് വിസിറ്റാണ്, ഡാറ്റ എടുത്തിട്ടില്ലെങ്കിൽ അത് വിസിറ്റ് അല്ല. അപ്പോൾ ഡാറ്റ ആക്സസ് ചെയ്യുമ്പം നമ്മൾ റൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏത് സബ് ട്രീ ആയാലും മെയിൻ ട്രീ ആയാലും അതിൻ്റെ റൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ അതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യും. ഡാറ്റ ആക്സസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് പോകുന്നു. വിസിറ്റ് റൂട്ട് നോഡ് ഫസ്റ്റ്, ദെൻ വിസിറ്റ് ലെഫ്റ്റ് സബ് ട്രീ ആൻഡ് ദെൻ വിസിറ്റ് റൈറ്റ് സബ് ട്രീ. ദാറ്റ് ഈസ് ദ മെത്തേഡ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം റൂട്ടിൽ വരുന്നു, ദെൻ അതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യുന്നു. ദെൻ വിസിറ്റ് ലെഫ്റ്റ് സബ് ട്രീ. ലെഫ്റ്റ് സബ് ട്രീ മീൻസ് 2, 4, 5 എന്ന് പറയുന്നത് ഈ സബ് ട്രീ. ഈ സബ് ട്രീയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് അതിൻ്റെ റൂട്ടിലോട്ടാണ് വരുന്നത്. റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ അങ്ങ് ആക്സസ് ചെയ്യും. അപ്പോൾ 1 ആക്സസ് ചെയ്തു, 2 ആക്സസ് ചെയ്തു. 2 ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് പോകുന്നു. ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറഞ്ഞാൽ നേരെ 4 ആണ്. 4ൽ വന്ന് നോക്കി കഴിഞ്ഞാൽ അതിന് ലെഫ്റ്റും റൈറ്റും സബ് ട്രീ ഇല്ല. അപ്പം 1, 2 കഴിഞ്ഞ് 4-ലെത്തിയിട്ട് 4ൻ്റെ ഡാറ്റയെ ആക്സസ് ചെയ്യുന്നു. ആ 4ഉം വരുന്നു. അതിന് താഴേക്ക് ലെഫ്റ്റും റൈറ്റിലും ട്രീ ഇല്ലാത്തത് കൊണ്ട് നേരെ റൈറ്റിലേക്ക് പോകുന്നു. റൂട്ട് ലെഫ്റ്റ് റൈറ്റാണ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ ലെഫ്റ്റിൽ പോയി ഇവിടെ ലെഫ്റ്റിൽ വന്നു. ഇനി അതിൻ്റെ ലെഫ്റ്റിൽ പോകുമ്പോൾ ഒന്നുമില്ല, ദെൻ അതിൻ്റെ റൈറ്റിൽ പോകുമ്പോഴും ഒന്നുമില്ല. ദെൻ അവിടെ നിന്ന് നേരെ തൊട്ടും പ്രീവിയസിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇവിടെയാണ് വന്നത്. തിരിച്ച് പോകുമ്പോൾ നമ്മൾ പോകുന്നത് തിരിച്ച് ഇവിടോട്ടല്ല പോകുന്നത്. റൂട്ട് ലെഫ്റ്റ് കഴിഞ്ഞു, ദെൻ ലെഫ്റ്റ് കഴിഞ്ഞു, ദെൻ റൈറ്റ്. റൂട്ടിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ 4ൽ വന്നിട്ട് നേരെ 5ലേക്ക് പോകും. ഈ റൂട്ടിലേക്ക് ഈ നോഡിലേക്ക് പോകുന്നു. അതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യുന്നു 5. ദെൻ അതിന് ലെഫ്റ്റ് ഉണ്ടോ നോക്കും, ദെൻ റൈറ്റ് ഉണ്ടോ നോക്കും. ഇല്ല എങ്കിൽ അവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് ആൾറെഡി 1 നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ റൈറ്റ് ചൈൽഡിലേക്ക് പോകുന്നു 3ൽ വന്നു കഴിഞ്ഞാൽ ആ നോഡ് ആക്സസ് ചെയ്യുന്നു. അപ്പോൾ 1, 2, 4, 5, 3 ആയി. ഈ 3 ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അത് എൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നു 6 എടുക്കുന്നു. ദെൻ അതിന് ലെഫ്റ്റ് ഉണ്ടോ നോക്കും, ഇല്ല. റൈറ്റ് ഉണ്ടോ നോക്കും, ഇല്ല. ഇല്ലെങ്കിൽ നേരെ 3യുടെ റൈറ്റിലേക്ക് തിരിയും. 3 ആൾറെഡി ആക്സസ് ചെയ്തു, 6 ആക്സസ് ചെയ്തു, 7 ആണ്. ദെൻ 7 ഡാറ്റ ആക്സസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അതിന് ലെഫ്റ്റ് ഉണ്ടോ റൈറ്റ് ഉണ്ടോ നോക്കും, ഇല്ല. പിന്നെ ഇതിലേതെങ്കിലും നോഡ് വിസിറ്റ് ചെയ്യാനുണ്ടോ നോക്കിയിട്ട് അതിലോട്ട് പോകുന്നു. This type of traversal of data or visiting of data in a tree is called pre-order traversal. Then next is in-order traversal. In-order traversal means this is another method of visiting nodes. That is, the first method is left. Visit left node and access left data. ഇവിടെ എന്ന് പറഞ്ഞാൽ റൂട്ടാണ് ആക്സസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ലെഫ്റ്റാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രീയിൽ ആദ്യം ഇവിടെ വരുന്നു. ഈ ഡാറ്റ ആക്സസ് ചെയ്യാതെ തന്നെ അവിടെ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ നോക്കുന്നു. ഉണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാതെ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ നോക്കുന്നു. അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാതെ എൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ നോക്കും. ലെഫ്റ്റ് ചൈൽഡ് ഇവിടെ വരുമ്പോൾ ഇല്ല എങ്കിൽ അത് നേരെ ലെഫ്റ്റ് പോർഷൻ മൊത്തം കഴിഞ്ഞു. ഇനി വരുന്നത് റൂട്ട് ആക്സസ് ആണ്. ഇതിൻ്റെ ലെഫ്റ്റില്ല, ദെൻ അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ആക്സസ് ചെയ്യുന്നു, ഡാറ്റ ആക്സസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ റൈറ്റിലേക്ക് പോകുന്നു. സിമിലർലി റൈറ്റിൽ ഡാറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. റൈറ്റിൽ ഡാറ്റ ഇല്ല എങ്കിൽ നമ്മൾ ആൾറെഡി നേരെ 4ലാണ് വന്നത്. 4ൻ്റെ തൊട്ടുപുറകെ റൂട്ട്, 4ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2ലേക്ക് പോകുന്നു. അത് ലെഫ്റ്റ് റൂട്ട്, നേരെ റൂട്ടിലേക്ക് പോകുന്നു. ആ ഡാറ്റ ആക്സസ് ചെയ്യുന്നു 2. ദെൻ റൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടോട്ട് പോയി ദെൻ അതിൻ്റെ റൈറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുന്നു റൈറ്റ് നോഡ്. ഇവിടെ ഇരിക്കുന്ന ഡാറ്റ
ആക്സസ് ചെയ്യുന്നതിന് മുന്നേ അതിൽ ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ല. ലെഫ്റ്റ് ഇല്ല എങ്കിൽ ഈ ഡാറ്റ ആക്സസ് ചെയ്യുന്നു. 5 ആക്സസ് ചെയ്യുന്നു. ദെൻ റൈറ്റ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ല. ഇല്ല എങ്കിൽ നേരെ അവിടെ നിന്ന് നേരെ ഈ 1ലേക്ക് വരുന്നു. 1ൽ വന്ന് 1 ആക്സസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ റൈറ്റിലേക്ക് പോകുന്നു. റൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ നോഡിലാണ്. അതിൻ്റെ റൂട്ടിന് ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ലെഫ്റ്റ് നോക്കുന്നു. ലെഫ്റ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു ഡാറ്റ ഉണ്ട്. ദെൻ ആ ഡാറ്റ ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് നോക്കുന്നു. ലെഫ്റ്റ് നോക്കുമ്പോൾ അത് ഇല്ല എങ്കിൽ അതിൻ്റെ റൂട്ടായ 6നെ ആക്സസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ റൈറ്റിലേക്ക് പോകുന്നു. റൈറ്റിലുണ്ടോ എന്ന് നോക്കും. റൈറ്റിലും ഇല്ല എങ്കിൽ നേരെ കറങ്ങി നമ്മൾ 3യിലേക്ക് വരുന്നു. അപ്പോൾ 1ൽ നിന്ന് നേരെ 6ലോട്ടാണ്, 3 വഴി 6ലോട്ടാണ് പോയത്. 3 ആക്സസ് ചെയ്തിട്ടില്ലായിരുന്നു. 6 കഴിഞ്ഞ് 3യിലേക്ക് വരുന്നു. 3 ആക്സസ് ചെയ്യുന്നു. ദെൻ 3 ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് 7ൽ വന്നു കഴിഞ്ഞാൽ അതിന് ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. ലെഫ്റ്റ് ഇല്ല എങ്കിൽ 7 ആക്സസ് ചെയ്യുന്നു. ദെൻ റൈറ്റ് വിടുന്നു. ഇനി ഇതിലേതെങ്കിലും നോഡ്സ് വിസിറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻഓർഡർ ട്രാവേഴ്സൽ. ദെൻ ദ പോസ്റ്റ് ഓർഡർ ഈസ് ആദ്യം ലെഫ്റ്റിലേക്ക് പോകുന്നു, ദെൻ റൈറ്റിലേക്ക് പോകുന്നു, ദെൻ റൂട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും റൂട്ടിലാണ് ആദ്യം എത്തുന്നത്. റൂട്ടിൽ നിന്ന് നേരെ അതിന് ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. വീണ്ടും അതിന് ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. അതിന് ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ നേരെ ഈ 4 ആക്സസ് ചെയ്യുന്ന മുമ്പ് അതിന് റൈറ്റ് ഉണ്ടോ എന്ന് നോക്കും. റൈറ്റും ഇല്ലെങ്കിൽ മാത്രമേ റൂട്ടിലേക്ക് പോകുന്നു. ലെഫ്റ്റ് റൈറ്റ് റൂട്ട് ഉണ്ടല്ലേ, നേരെ 4ലേക്ക് വരുന്നു. 4ൽ വന്നു കഴിഞ്ഞാൽ അതിന് 4 നോഡാണ്. ആ നോഡ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് കഴിഞ്ഞു. ദെൻ അതിൻ്റെ റൈറ്റിലേക്കാണ് പോകുന്നത്. 4 കഴിഞ്ഞാൽ 5ലേക്കാണ് വരുന്നത്. അപ്പോൾ 4ൽ നിന്ന് നേരെ 5ലേക്ക് വരുന്നു. 5ന് ലെഫ്റ്റ് നോഡ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ അതിൻ്റെ റൈറ്റ് നോഡ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ 5 പ്രിൻ്റ് ചെയ്യും. 5 ആക്സസ് ചെയ്യും. അപ്പോൾ 4ഉം 5 ആക്സസ് ചെയ്തു. ദെൻ റൂട്ടാണ്, അതിൻ്റെ റൂട്ട് 2 ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ് ട്രീ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ 1ൻ്റെ ലെഫ്റ്റ് സബ് ട്രീ കഴിഞ്ഞു. ലെഫ്റ്റ് കഴിഞ്ഞ് അടുത്ത് പോകണം റൈറ്റിലോട്ടാണ്. അപ്പോൾ ഇവിടെ നേരെ 3ലേക്ക് പോകുന്നു. 3ൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് ഉണ്ട്, റൈറ്റും ഉണ്ട്. ഇല്ല, 3യുടെ ലെഫ്റ്റ് ഉണ്ട് 6, 3ക്ക് റൈറ്റ് ഉണ്ട് 7. 3യുടെ 6ൽ വന്നു കഴിഞ്ഞാൽ 3 നമ്മൾ 1ൽ നിന്ന് 3യിലേക്ക് പോയി 3യുടെ ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ 6 ലെഫ്റ്റിലേക്ക് നോക്കും. ലെഫ്റ്റിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഉണ്ടോ നോക്കും. അതിൻ്റെ ലെഫ്റ്റ് ഇല്ല എങ്കിൽ അതിൻ്റെ റൈറ്റ് ഉണ്ടോ നോക്കും. അതിൻ്റെ നള്ളാണ്. നേരെ 6 ആക്സസ് ചെയ്യും. 6 ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് 3യുടെ ലെഫ്റ്റ് പോർഷൻ കഴിഞ്ഞു. ദെൻ അതിൻ്റെ റൈറ്റ് പോർഷൻ 7ലേക്ക് പോകുന്നു. 7ലേക്ക് പോയി കഴിഞ്ഞാൽ 7ൽ ലെഫ്റ്റ് ഉണ്ടോ നോക്കും. റൈറ്റ് ഉണ്ടോ നോക്കും. ഇല്ല എങ്കിൽ 7 ആക്സസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ റൂട്ട് 7ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഈ സബ് ട്രീയും കഴിഞ്ഞു. അപ്പോൾ ഇത് ഫുള്ള് കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മെയിൻ റൂട്ടിനെയാണ് ആക്സസ് ചെയ്യുന്നത് 1. അപ്പോൾ ഇങ്ങനെയാണ് ഇനി പ്രീ ഓർഡർ, ഇൻ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രീ ട്രാവേഴ്സൽ എന്ന് പറയും. ഇതാണ് എൻ്റെ മൂവ്മെൻറ്റ് ഡയഗ്രാം. ഇൻ ഓർഡർ റൂട്ട് ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ ആദ്യം റൂട്ടിലെ ഡാറ്റ ആക്സസ് ചെയ്യുന്നു. ദെൻ ലെഫ്റ്റിലെ ഡാറ്റ, അപ്പോൾ 1 ഇവിടെ വരുന്നു. ലെഫ്റ്റിലെ ഡാറ്റ ആക്സസ് ചെയ്യുന്നു 2 ഇവിടെ വരുന്നു. ദെൻ അതിൻ്റെ ലെഫ്റ്റ് ഡാറ്റ ആക്സസ് ചെയ്യുന്നു 4 ഇവിടെ വരുന്നു. ദെൻ അതിൻ്റെ ലെഫ്റ്റ് ഇല്ല. റൂട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇല്ല എങ്കിൽ അടുത്ത റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ 4 കഴിഞ്ഞ് നേരെ 5ലേക്ക് വരുന്നു. മനസ്സിലായില്ലേ? 5ലേക്ക് വന്നു കഴിഞ്ഞാൽ ആ 5ന് ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. 5ന് ലെഫ്റ്റ് ഇല്ല. 5ന് ലെഫ്റ്റ് ഇല്ല എങ്കിൽ ഇതിൽ വന്ന് റൂട്ട് ആക്സസ് ചെയ്യുന്നു. റൂട്ട് ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ലെഫ്റ്റ് ഇല്ല എങ്കിൽ അതിൻ്റെ റൈറ്റ് ഉണ്ടോ എന്ന് നോക്കും. റൈറ്റും ഇല്ല എങ്കിൽ ഇത് കഴിഞ്ഞു. ഇവിടെ നിന്ന് നേരെ അതിൻ്റെ റൈറ്റിലേക്ക് 1ൻ്റെ റൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ റൂട്ട് നോഡാണ്. അവിടെ 3 ആക്സസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നു 6 ഒരു നോഡാണ്. ആ നോഡിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യുന്നു 6. ദെൻ അതിന് ലെഫ്റ്റ് ഉണ്ടോ നോക്കും. റൈറ്റ് ഉണ്ടോ നോക്കും. ഇല്ല എങ്കിൽ അടുത്ത് നേരെ 3യുടെ റൈറ്റിലേക്ക് പോകുന്നു. 7ലേക്ക് പോകുന്നു. 7ൽ നിന്ന് നേരെ തിരിച്ച് 7 കഴിഞ്ഞ് ഇതിൻ്റെ റൂട്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഇതിന് ഇവിടേക്ക് വരുന്നു. അപ്പോൾ ഇനി ഇതിനകത്ത് ഡാറ്റ ആക്സസ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ ഇത് പ്രീ ഓർഡർ.
സിമിലർലി ദിസ് ഈസ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞു റൂട്ടിൽ വന്നിട്ട് അതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യുന്ന മുമ്പ് ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും, അതും ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും, അതും ആക്സസ് ചെയ്യുന്ന മുമ്പ് അതിൻ്റെ ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. ലെഫ്റ്റ് ദെൻ അപ്പോൾ 4ലേക്ക് വരുന്നു, ദെൻ റൂട്ട് അതിൻ്റെ റൂട്ട് 2ലേക്ക് വരുന്നു, ദെൻ അതിൻ്റെ റൈറ്റ് ചൈൽഡ് 5ലേക്ക് വരും. സിമിലർലി 5ൽ നിന്ന് പിന്നെ പറയുന്നത് ലെഫ്റ്റ് കഴിഞ്ഞു, ദെൻ റൂട്ടിലോട്ടാണ് 1ലേക്ക് വരുന്നു, 1 ദെൻ 1ലേക്ക് വരുന്നു, ദെൻ അതിൻ്റെ റൈറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ 3 വഴി 6 3 ആക്സസ് 3 ഡാറ്റ ആക്സസ് ചെയ്യില്ല, നേരെ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നു. 6ന് ലെഫ്റ്റ് ഉണ്ടോ എന്ന് നോക്കും, ഇല്ല എങ്കിൽ 6ന് റൈറ്റ് ഉണ്ടോ എന്ന് നോക്കും, ഇല്ല എങ്കിൽ 6ന് ആക്സസ് ചെയ്യുന്നു, ഡാറ്റ ആക്സസ് ചെയ്യുന്നു. ലെഫ്റ്റ് കഴിഞ്ഞ് ദെൻ റൂട്ട് 6 ആക്സസ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ റൈറ്റ് എടുക്കുന്നു, റൈറ്റ് എടുത്ത് ഇല്ല എങ്കിൽ ദെൻ അതിൻ്റെ റൂട്ട് ആക്സസ് ചെയ്യുന്നു. 6ൻ്റെ റൂട്ട് ആക്സസ് 3 ആണ്, 3 കഴിഞ്ഞ് അതിൻ്റെ റൈറ്റ് എടുക്കുന്നത് 7 ആണ്, 7 റൂട്ടാണ്. ആ റൂട്ട് ആക്സസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ റൂട്ട് 7 ആക്സസ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ റൈറ്റ് ആക്സസ് ചെയ്യുന്നു. ഇത് ഇൻ ഓർഡർ. ദെൻ അടുത്തത് ലാസ്റ്റ് പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് കഴിഞ്ഞ് റൈറ്റിലേക്ക് പോയിട്ട് ആണ് റൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ 4ൽ വന്നു, 4ൽ നിന്ന് നേരെ 5ൽ വന്നു, 5ൽ നിന്ന് 2ൽ വന്നു കഴിഞ്ഞാൽ അടുത്ത് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. 3ൽ പോകുന്നു, 3ൽ നിന്ന് നേരെ 6ൽ വരുന്നു, 3 ഒന്നും ആക്സസ് ചെയ്യത്തില്ല, 6ൽ വരുന്നു, 6ൽ നള്ളാണ്. അപ്പോൾ 6ൽ നിന്ന് നേരെ അടുത്ത റൈറ്റിലേക്കാണ് പോകുന്നത്, 7ലേക്ക്. 4 5 2 6 7 ദെൻ 6 7ൽ നിന്ന് നേരെ 3ലേക്ക് പോകുന്നു, 3 ദെൻ അവിടെ നിന്ന് 1ലേക്ക് പോകും. ദിസ് ഈസ് ദ പോസ്റ്റ് ഓർഡർ ട്രീ ട്രാവേഴ്സൽ. നമുക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ട്രീ ട്രാവേഴ്സൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അത് നമുക്കൊരു പ്രോഗ്രാം വഴി നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രീ ഓർഡർ, ഇൻ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എങ്ങനെയാണ് റിസൾട്ട് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ട്രീ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ നേരത്തെ ചെയ്ത പ്രോഗ്രാമിന് ഒന്നങ്ങ് ഓൾട്ടർ ചെയ്യാം. ആദ്യത്തെ പാർട്ടെല്ലാം അതിനകത്തുണ്ട്. ഞാനൊന്ന് കോപ്പി ചെയ്ത് വയ്ക്കാണ്. അപ്പോൾ tree1.c ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ക്രിയേറ്റ് ഉണ്ട്, ഇത് നമുക്ക് വേണ്ട. ഇതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മുടെ റൂട്ട് നിൽക്കുന്നു 1 ആണ്, അത് ക്രിയേറ്റ് ചെയ്യുക. ദെൻ റൂട്ടിൻ്റെ ലെഫ്റ്റിൽ 2 ആണ്, റൂട്ടിൻ്റെ റൈറ്റിലിരിക്കുന്നത് 1, അത് കഴിഞ്ഞ് 2, ദെൻ 3 ആണ്. റൂട്ടിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ റൂട്ടിൻ്റെ ലെഫ്റ്റ് 2, അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. റൂട്ടിൻ്റെ ലെഫ്റ്റ് 4 ആണ്. ദെൻ റൂട്ടിൻ്റെ ലെഫ്റ്റ് 2, അതിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ 5. റൂട്ട് അതിൻ്റെ ലെഫ്റ്റ് 2, അതിൻ്റെ റൈറ്റ് ക്രിയേറ്റ് 5. ലെഫ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി റൂട്ടിൻ്റെ റൈറ്റ് നമുക്ക് 3 ക്രിയേറ്റ് ചെയ്തു, അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ 3യുടെ ലെഫ്റ്റ്, ആ റൂട്ടിൻ്റെ റൈറ്റിൻ്റെ ലെഫ്റ്റ് 6 ആണ്. റൂട്ടിൻ്റെ ദെൻ റൈറ്റ്, ദെൻ അതിൻ്റെ ലെഫ്റ്റ് ക്രിയേറ്റ് 6. ദെൻ റൂട്ടിൻ്റെ
റൈറ്റിൻ്റെ റൈറ്റ്. ഇത്രയാണ് നമ്മുടെ ട്രീ ക്രിയേഷൻ. ഇത്രയുള്ളൂ. 1 2 3 4 5 6 7 നോട്ട്സ്. 7 നോട്ട്സ് ആണുള്ളത്. 1 2 3 4 5 6 7 നോട്ട്സ്. ഇനി നമ്മൾ ഇതിൻ്റെ ട്രാവേഴ്സലാണ് ഇൻ ഓർഡർ, പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ. എൻ്റെ പ്രീ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. /t അപ്പോൾ നമുക്ക് പ്രീ ഓർഡറിൻ്റെ ഫംഗ്ഷനാണ് ഇതിൻ്റെ. പ്രീ ഓർഡറിൻ്റെ ഫംഗ്ഷൻ നമ്മുടെ ഇവിടെ എഴുതുന്ന റൂട്ട് ഡാറ്റ ആക്സസ് ചെയ്യുക, ദെൻ അതിൻ്റെ ലെഫ്റ്റ് സബ്ട്രീ ആക്സസ് ചെയ്യുക, ദെൻ റൈറ്റ് സബ്ട്രീ ആക്സസ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ അൽഗോരിതം. അത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ട്രാവേഴ്സിൽ എഴുതുന്നത്. അതൊരു റിക്കേർഷനാണ് പ്രീ ഓർഡർ. അൽഗോരിതം ഇവിടെ പറഞ്ഞിട്ടുണ്ട് തന്നെ. പ്രീ ഓർഡറിൻ്റെ അൽഗോരിതം വിസിറ്റ് റൂട്ട് ഓഫ് ദ ട്രീ, ദെൻ ട്രാവേഴ്സ് ലെഫ്റ്റ് സബ് ട്രീ ഓഫ് ദ റൂട്ട് ഇഫ് ദ റൂട്ട് ഹാസ് എ ലെഫ്റ്റ് ചൈൽഡ്, ദാറ്റ് ഈസ് കോൾഡ് പ്രീ ഓർഡർ ലെഫ്റ്റ് സബ് ട്രീ എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഈ പ്രീ ഓർഡർ, ഇത് പ്രീ ഓർഡർ എന്നൊരു ഫംഗ്ഷനാണ്. അതിനകത്ത് വിസിറ്റ് സബ് ട്രീ പറഞ്ഞിട്ടുണ്ട്, വിസിറ്റ് റൂട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൻ്റെ റൂട്ടിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ലെഫ്റ്റ് ചൈൽഡ് നള്ളല്ല എങ്കിൽ നമ്മൾ ലെഫ്റ്റ് ചൈൽഡിലേക്ക് വീണ്ടും ട്രാവേഴ്സ് ചെയ്യുക. അതിന് നമ്മൾ കോൾ പ്രീ ഓർഡർ ലെഫ്റ്റ് സബ് ട്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിക്കേർഷനാണ്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് വീണ്ടും നമ്മൾ ട്രാവേഴ്സ് ദ റൈറ്റ് സബ് ട്രീ ഓഫ് ദ റൂട്ട് ഇഫ് ദ റൂട്ട് ഹാസ് എ റൈറ്റ് ചൈൽഡ്. അത് നമ്മൾ ചെയ്യുന്നത് കോൾ പ്രീ ഓർഡർ റൈറ്റ് സബ് ട്രീ. അപ്പോൾ ഇതൊരു റിക്കേർഷനാണ്. പ്രീ ഓർഡർ നമ്മൾ നോഡ് റൂട്ടിനെ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് റൂട്ട് നള്ളല്ല എങ്കിൽ നമ്മളിതിങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് 4 വീണ്ടും അതിൻ്റെ ലെഫ്റ്റിലേക്ക് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഇത് നള്ളാണ്. അപ്പോൾ നള്ളാകുന്നത് വരെയാണ് ബാക്കിലേക്ക് പോകേണ്ടത്. അപ്പോൾ എപ്പോഴെങ്കിലും അത് നള്ളാവും. ഇഫ് റൂട്ട്, ദാറ്റ് മീൻസ് ഇഫ് റൂട്ട് നോട്ട് ഈക്വൽ ടു നള്ളെന്നാണ്. അവിടെ നമ്മൾ പ്രിൻ്റ് %d /t ഒരു ടാബ് കൊടുക്കുകയാണ് ഒരു ഡാറ്റ തമ്മിൽ. /t റൂട്ടിനകത്തിരിക്കുന്ന ഡാറ്റ. അതാണ് നമ്മൾ ഫസ്റ്റിലെ വിസിറ്റ് റൂട്ട് ഓഫ് ദ ട്രീ. അത് വിസിറ്റ് ചെയ്തു. റൂട്ട് നള്ളല്ല എങ്കിൽ ഈഫ് റൂട്ട് നോട്ട് ഈക്വൽ ടു നൾ എന്നാണ് ഈഫ് റൂട്ടിൻ്റെ മീനിങ്. ഈഫ് റൂട്ട് നോട്ട് ഈക്വൽ ടു നൾ. ദെൻ അടുത്ത് പറയുന്നത് ട്രാവേഴ്സ് ലെഫ്റ്റ് സബ് ട്രീ ഓഫ് ദ റൂട്ട് ഇഫ് ദ റൂട്ട് ഹാസ് എ ലെഫ്റ്റ് ചൈൽഡ്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങോട്ട് കാൾ ചെയ്യുക. നമ്മൾ പ്രീ ഓർഡർ റൂട്ട് ആരോ ലെഫ്റ്റ്, അതാണ് ലെഫ്റ്റ് സബ് ട്രീ. അപ്പോൾ വീണ്ടും ഈ സെയിം ഫംഗ്ഷനാണ് വിളിക്കുന്നത്. അതെപ്പോഴെങ്കിലും നള്ളാവുന്നത് വരെ ഈ റൂട്ടിനകത്തിരിക്കുന്ന ഡാറ്റ പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ അത് കഴിയുമ്പോൾ പ്രീ ഓർഡർ റൂട്ടിൻ്റെ റൈറ്റ് സബ് ട്രീ, അതാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ട്രാവേഴ്സ് റൈറ്റ് സബ് ട്രീ ഓഫ് ദ റൂട്ട് ഇഫ് ദ റൂട്ട് ഹാസ് എ റൈറ്റ് ചൈൽഡ്.
ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രീ ഓർഡർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാമെന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് ഇൻ ഓർഡർ. ഇൻ ഓർഡറിൻ്റെ അൽഗോരിതം. അവിടെ നമ്മൾ നോഡ് റൂട്ടായിട്ടാണ് വരുന്നത്, റൂട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അവിടെയും ഇഫ് റൂട്ട് നോട്ട് ഈക്വൽ ടു നൾ ആണോ നോക്കുക. ആണെങ്കിൽ റൂട്ട് നള്ളാണെങ്കിൽ ട്രാവേഴ്സ് ലെഫ്റ്റ് സബ് ട്രീ. ആദ്യം റൂട്ടിൽ തിരിക്കുന്ന ഡാറ്റ എടുക്കരുത്, നേരെ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഇൻ ഓർഡർ നമ്മൾ കാണുക കോൾ ഇൻ ഓർഡർ ലെഫ്റ്റ് സബ് ട്രീ. ഇൻ ഓർഡർ റൂട്ടിൻ്റെ ലെഫ്റ്റ്. ദെൻ വിസിറ്റ് റൂട്ട്. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് %d \t റൂട്ട് ഡോട്ട് ആരോ ഡാറ്റ. Then traverse the right subtree of the tree root if the root has a right child, or call in order റൂട്ടിൻ്റെ റൈറ്റ് സബ് ട്രീ വിളിക്കുക. ഇത്രയേ ഉള്ളൂ പോസ്റ്റ് ഓർഡർ അല്ല പ്രീ ഇൻ ഓർഡർ. ദെൻ ഇനി ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട് നമുക്ക് എഴുതാൻ, പോസ്റ്റ് ഓർഡർ. ട്രാവേഴ്സിൻ്റെ മൂന്നാമത്തെ പോസ്റ്റ് ഓർഡർ. ആർഗ്യുമെൻ്റ് റൂട്ടാണ്. ഇഫ് റൂട്ട് നോട്ട് ഈക്വൽ ടു നൺ. ഈ അൽഗോരിതം പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് റൂട്ട് എന്നാണ്. ആദ്യം ലെഫ്റ്റ് സബ് ട്രീ പോവുക, ദെൻ റൈറ്റ് സബ് ട്രീ പോവുക, ദെൻ റൂട്ട് ചെയ്യുക. പോസ്റ്റ് ഓർഡർ ലെഫ്റ്റ് റൂട്ട് ആറ് ലെഫ്റ്റ്, ദെൻ പോസ്റ്റ് ഓർഡർ റൂട്ട് ആറ് റൈറ്റ്. then printf %d \t റൂട്ട് ആരോ. ഇവിടെ നമ്മൾ ലാസ്റ്റാണ് വിസിറ്റ് ചെയ്യുക. റൂട്ടിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറഞ്ഞാൽ ലാസ്റ്റിലാണ് ഡാറ്റ, ലെഫ്റ്റും റൈറ്റും കഴിഞ്ഞിട്ടാണ് ഡാറ്റ ആക്സസ് ചെയ്യുക. അതുപോലെ അങ്ങ് സ്റ്റെപ്പാക്കി എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൂ. ഇനി നമുക്ക് ഇതിന് 1 by 1 ആയിട്ട് പ്രീ ഓർഡർ എഴുതി. ഇനി നമ്മൾ കോൾ ചെയ്യാം പ്രീ ഓർഡർ റൂട്ട്. ദെൻ അടുത്ത് പ്രീ ഓർഡർ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഇൻ ഓർഡർ കാണിക്കാം. maximization in order. In order root. Then printf next is post order. അത്രയേ ഉള്ളൂ. ഇനി നമ്മളത് ടാബ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ലൈനിൽ ഒരു ന്യൂ ലൈൻ കൊടുക്കുക, അല്ലെങ്കിൽ പ്രോംപ്റ്റ് അതിൻ്റെ എൻഡിൽ പോയി നിൽക്കും, അതൊന്ന് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം.
കുഴപ്പമില്ല, അറേഞ്ച് ചെയ്യാം. പോസ്റ്റ് ഓർഡറിൽ എന്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഓർഡറിൻ്റെ ഔട്ട്പുട്ട് ഇത് എവിടെ എഴുതിയിട്ടുണ്ട്, 4526731 കണ്ടില്ലേ, സെയിം തന്നെയാണ്. ദെൻ ഇൻ ഓർഡറിൻ്റെ ഔട്ട്പുട്ട് 4251637 കണ്ടില്ലേ. ദെൻ പ്രീ ഓർഡർ 1245367. അപ്പോൾ ഇതാണ് ഇൻ ഓർഡർ, പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് റിക്കറക്ഷൻ വഴി ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇൻ ഓർഡർ, പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാൻ. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ പ്രോഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത് ഇതിൻ്റെ നമ്മളെ എക്സ്പെരിമെൻ്റ് 7 പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഹൗ ടു ക്രിയേറ്റ് എ ബൈനറി ട്രീ ഫ്രം അരിത്മെറ്റിക് എക്സ്പ്രഷൻ. ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഒരു ബൈനറി ട്രീ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങളുടെ ടോപ്പോളജിയിൽ പല രീതിയിലായിരിക്കാം ഈ ട്രീ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനൊരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൺവീനിയൻറ്റ്, ഈസി ആയിട്ട് മനസ്സിലാക്കുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ അരിത്മെറ്റിക് എക്സ്പ്രഷനാണ് a+b × c എന്നുള്ള ഒരു സിമ്പിൾ അരിത്മെറ്റിക് എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ട്രീ എങ്ങനെയാണ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ലോവസ്റ്റ് പ്രസിഡൻസ് ഓപ്പറേറ്റർ ഇൻ ദ എക്സ്പ്രഷൻ ആൻഡ് ദാറ്റ് ഓപ്പറേറ്റർ വിൽ ബി ദ റൂട്ട് നോഡ്. ഈ എക്സ്പ്രഷനിലെ ഏറ്റവും ലോവസ്റ്റ് പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ആ ഓപ്പറേറ്റർ ആയിരിക്കാം ആ എക്സ്പ്രഷനിലെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. Then the left side of the operator will be the left subtree and the right side of the operator will be the right subtree. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ a+b × c, ഈ പ്ലസ്സിലും ബി ഇൻറ്റുവിലും ഏറ്റവും ലോവസ്റ്റ് പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ ഇത് ആണ് അതിന് റൂട്ട് നോഡായിട്ട് വരുന്നത് ഫസ്റ്റിലെ. അപ്പോൾ എപ്പോഴും നമ്മൾ ലോവസ്റ്റ് പ്രസിഡൻസ് ഉള്ള ഓപ്പറേറ്റർ ആയിരിക്കാം ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷൻ്റെ എപ്പോഴും റൂട്ട് നോഡെന്ന് പറയുന്നത്. അത് നമ്മൾ മറന്നുപോയിരുന്നു. അപ്പോൾ ഇവിടെ പ്ലസ് എന്നും ആ പ്ലസ് റൂട്ട് നോഡാണ്. ദെൻ ആ പ്ലസിൻ്റെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സബ്ട്രീയും റൈറ്റ് സൈഡ് റൈറ്റ് സബ്ട്രീ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ പ്ലസ് ഇവിടെ ഇരിക്കുന്ന അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ സബ്ട്രീ ആയിട്ട് ഇവിടെ നമുക്ക് ഒരു എ മാത്രമാണ് അത് വേരിയബിളേ ഉള്ളൂ, അത് നമ്മളിവിടെ നോഡായിട്ട് വയ്ക്കുന്നു. ദെൻ റൈറ്റ് സൈഡിൽ ഒരു എക്സ്പ്രഷനുണ്ട് b × c, അത് നമ്മൾ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഫൈനൽ ബൈനറി ട്രീ അല്ല, കാരണം ഇവിടെ വീണ്ടും എക്സ്പ്രഷൻ ഇരിക്കുകയാണ്. അതിന് വീണ്ടും നമ്മൾ സിംഗിൾ ടൈമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ റിപ്പീറ്റ് ദ എബോവ് സ്റ്റെപ്പ് ടു ഒബ്റ്റെയിൻ ഓൾ ദ നോട്ട്സ് വിത്ത് സിംഗിൾ ടൈം. അപ്പോൾ ഇത് തന്നെ, അപ്പോൾ ഇത് സിംഗിൾ ടൈമായി, ഇതും സിംഗിൾ ടൈമാണ്, ഓപ്പറേറ്ററാണ്. ഇവിടെ ഒരു എക്സ്പ്രഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ എക്സ്പ്രഷനാണ് ഇരിക്കുന്നത് b × c. അപ്പോൾ ഇതിൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാറാണ്. അപ്പോൾ ആ സ്റ്റാർ റൂട്ടാക്കി മാറ്റുക. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള
ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ റൈറ്റ് സൈഡിലാക്കി മാറ്റുന്നു. അപ്പം ബി ഇൻറ്റു സി ആയി മാറുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എ പ്ലസ് സ്റ്റാർ ബി ഇൻറ്റു സി കണ്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ അരിത്മെറ്റിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഫിക്സ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ നോഡ് ഓഫ് ട്രാവൽസിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ എക്സ്പ്രഷൻ കിട്ടും. ഇൻഫിക്സ് എക്സ്പ്രഷൻ പറയുന്നത് ഇൻഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇൻഫിക്സ് എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ ഇൻഓർഡർ ട്രാവേഴ്സ് ചെയ്താൽ മതി. അതായത് ലെഫ്റ്റ് റൂട്ട് റൈറ്റ്, അതാണ് ഇൻഓർഡർ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എ, റൂട്ട് എന്ന് പറഞ്ഞാൽ എ പ്ലസ് കിട്ടി. ദെൻ ഇൻ റൈറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു, എ പ്ലസ് ബി വരുന്നു, ദെൻ ഇൻറ്റു സി, എ പ്ലസ് ബി ഇൻറ്റു സി, അതാണ് ആക്ച്വലി നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷൻ. ദെൻ അതിൻ്റെ പ്രിഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ലെഫ്റ്റ് റൈറ്റ് ആണ്. റൂട്ട് ആദ്യം പോകുന്നു, ദെൻ ലെഫ്റ്റ്, ദെൻ റൈറ്റ്. അപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ആണ്, ഇവിടെ എ പ്ലസ്. ദെൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എ ആണ്, റൂട്ട് ലെഫ്റ്റ്. ഇനി അതിന് ലെഫ്റ്റിലോട്ടൊന്നുമില്ല, അപ്പോൾ എ ആണ്. ദെൻ റൈറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം റൂട്ടാണ്, അപ്പോൾ പ്ലസ് എ കഴിഞ്ഞ് ദെൻ സ്റ്റാർ വന്നു, ഇവിടെ സ്റ്റാർ വന്നു. ദെൻ അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്, ഇനി അങ്ങോട്ടൊന്നുമില്ല, ദെൻ സി, എ പ്ലസ് എ സ്റ്റാർ ബി സി. ഇതാണ് ഇതിൻ്റെ പ്രിഫിക്സ് എക്സ്പ്രഷൻ. ദെൻ ദ നെക്സ്റ്റ് ഈസ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് റൂട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. ദെൻ അതിൻ്റെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലസ് വരില്ല, എ കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് ഫുൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റൂട്ട് വരുള്ളൂ. അപ്പോൾ എ കഴിഞ്ഞു, ദെൻ ഇവിടെ റൂട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എണ്ണത്തിൽ വരുന്നു, അപ്പോൾ അതിന് ലെഫ്റ്റും ചൈൽഡും ഉണ്ട്. അപ്പോൾ എ കഴിഞ്ഞു, ദെൻ അതിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്, ദെൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ സി ആണ്, എ ബി സി വരും, ദെൻ സ്റ്റാർ വരും, എ ബി സി സ്റ്റാർ, ദെൻ പ്ലസ്. ഇതാണ് അതിൻ്റെ പോസ്റ്റ് ഫിക്സ് ഓപ്പറേഷൻ. ഇനി വേറൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഉണ്ട്, എ ഇൻറ്റു ബി പ്ലസ് സി ആണ്. നേരത്തെ എ പ്ലസ് ബി ഇൻറ്റു സിക്ക് വരെ എ ഇൻറ്റു ബി പ്ലസ് സി. അപ്പോൾ ഇതിൽ നമ്മളെ ലോവസ്റ്റ് പ്രസിഡൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ആണെങ്കിൽ ഇവിടെയാണ് പ്ലസ് കിടക്കുന്നത്, അത് റൂട്ട് നോഡായി മാറുന്നു. അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സി ആണ്, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു സി, അതിവിടെ ഇരിക്കുന്നു. ദെൻ ഇതിനെ വീണ്ടും നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറാണ് ഓപ്പറേറ്റർ. അപ്പോൾ എ സ്റ്റാർ ബി പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഫൈനൽ ബൈനറി ട്രീ. ഈ എക്സ്പ്രഷൻ ബൈനറി ട്രീ. ഇതിനെ നമ്മൾ ഇൻഫിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫിക്സ് എ ഇൻറ്റു ബി പ്ലസ് സി, എ ഇൻറ്റു ബി പ്ലസ് സി. ഇനി ഇതിൻ്റെ പ്രഫിക്സ് നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് ലെഫ്റ്റ് റൈറ്റ് ആണ്. അപ്പോൾ പ്ലസ് സ്റ്റാർ, ദെൻ ലെഫ്റ്റ് എ, ദെൻ റൈറ്റ് ബി സി, പ്ലസ് സ്റ്റാർ എ ബി സി എന്ന്. ദെൻ ഇതിൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് റൂട്ടാണ്. അപ്പോൾ എ ദെൻ ബി ഇൻറ്റു എ ബി ഇൻറ്റു ദെൻ സി പ്ലസ് എ ബി ഇൻറ്റു സി പ്ലസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. ഇനി നമ്മൾ ക്രിയേഷൻ ഓഫ് ബൈനറി ട്രീ ഫ്രം അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു ബൈനറി ട്രീ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. കാരണം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ക്രിയേറ്റ് എ ബൈനറി ട്രീ ഫ്രം ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. ഇതാണ് നമുക്ക് 7th എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഇതിനെ നമ്മൾ കുറെ കൂടെ സിംപ്ലിഫൈ ചെയ്ത് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് എൻ്റെ ഒരു മെത്തേഡാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എ ഇൻറ്റു ബി പ്ലസ് സി അതിൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷന് എ ബി സ്റ്റാർ സി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് സിയുടെ, അതുപോലെ എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എ ബി സി സ്റ്റാർ പ്ലസ്, ഇത് എ പ്ലസ് ബി ഇൻറ്റു സി എ ബി സി സ്റ്റാർ പ്ലസ്, ഇത് ഇതിൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനാണ്. ഈ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഈ ബൈനറി ട്രീയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇൻഫിക്സ് എക്സ്പ്രഷനാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ ബൈനറി ട്രീ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഓൾറെഡി ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ നിങ്ങൾ എക്സ്പെരിമെൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റിലെ അൽഗോരിതം വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ഇൻഫിക്സ് എക്സ്പ്രഷനെ നേരെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരിക.
അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ ആ എക്സർസൈസ് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഇൻഫിക്സ് എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. A+B × CA ABC*+ എന്നാണ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ബൈനറി ട്രീ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ മെത്തേഡാണ് ഈ പറയുന്നത്. കാരണം നമ്മൾ പ്രസിഡൻസൊക്കെ എടുത്താണ് നമ്മൾ പോസ്റ്റ് ഫിക്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പ്രത്യേകിച്ച് പ്രസിഡൻസ് എടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി പ്രസിഡൻസ് നമ്മൾ കൺവേർഷനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലെ ഓരോ ടേമും എടുക്കുക. അതൊരു ഓപ്പറേറ്റർ ആണെന്ന് നോക്കുക. ഓപ്പറേറ്റർ അല്ലെങ്കിൽ സ്റ്റാക്കിനകത്തോട്ട് ഒരു നോഡാക്കി മാറ്റി, ഇത് ആൽഫബറ്റ് ആയിട്ടല്ല, ഇതിൻ്റെ കറസ്പോണ്ടിങ് നോഡ്, അതായത് അതിൻ്റെ ഡാറ്റ എയും അതിൻ്റെ ലെഫ്റ്റും റൈറ്റും നള്ളും ആക്കിക്കൊണ്ടുള്ള ട്രീ നോഡായിട്ട് മാറ്റി ഇതിനകത്തോട്ട് സ്റ്റാക്കിനകത്തോട്ട്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നോഡ് ടൈപ്പിലൊരു സ്റ്റാക്കാണ്. ആ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുക. ദെൻ B ഇതുപോലെ പുഷ് ചെയ്യുക. ദെൻ C ഇതുപോലെ പുഷ് ചെയ്യുക. ദെൻ ദ നെക്സ്റ്റ് ഈസ് ദ ഓപ്പറേറ്റർ പ്ലസ് ഇൻറ്റു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാക്കിനകത്തിരിക്കുന്ന ഫസ്റ്റ് പോപ്പ് ചെയ്തെടുക്കുന്നതിന് ഈ ഇൻറ്റുവിൻ്റെ റൈറ്റ് സൈഡിലും സെക്കൻഡ്ലി പോപ്പ് ചെയ്തെടുക്കുന്ന ബിയെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ആക്കി മാറ്റുക. അപ്പോൾ സ്റ്റാറാണ് നമ്മുടെ ഓപ്പറേറ്റർ. അതിൽ ഓപ്പറാൻഡ് സിയെ റൈറ്റ് സൈഡിലും ബിയെ ലെഫ്റ്റ് സൈഡും ആക്കി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു നോഡായി മാറും. ഇതിൻ്റെ റൂട്ടാണ് സ്റ്റാർ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബിയും റൈറ്റ് സൈഡിൽ സിയുമായി മാറും. ഇതിനെ വീണ്ടും നമ്മൾ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ ഈ ബിയും സിയും പോപ്പ് ചെയ്തിട്ട് അതിനെ ഇൻറ്റു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റ ടൈമാക്കി മാറ്റി, ഇതുപോലെ ഒറ്റ ടൈമാക്കി മാറ്റി അതിനെ വീണ്ടും സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യാം. അപ്പോൾ സ്റ്റാക്കിൽ ഇപ്പോൾ എയും B × C ആണ് ഇരിക്കുന്നത്. ദ നെക്സ്റ്റ് ഈസ് പ്ലസ് സൈൻ. ദിസ് ഈസ് ആൾസോ ആൻ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ ഇതിനെ റൈറ്റ് സൈഡിലെ ഓപ്പറാൻഡും അതായത് റൈറ്റ് ഹാൻഡ് ചൈൽഡാക്കിയും ഇതിനെ ലെഫ്റ്റ് ചൈൽഡാക്കിയും മാറ്റുക. ആരുടെ? പ്ലസിൻ്റെ. അപ്പോൾ പ്ലസ് ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ റൈറ്റ് സൈഡിൽ B × C ആക്കി മാറ്റുന്നു. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ A ആക്കി മാറ്റുന്നു. ഇതിനെ വീണ്ടും സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുന്നു. ഇനി ഇതിൽ ഏതെങ്കിലും ടേം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ഇതിനെ പോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ബൈനറി ട്രീ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഒരു ബൈനറി ട്രീ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അനദർ എക്സാമ്പിൾ നമ്മൾ അതിൽ പഠിച്ച മറ്റേ എക്സാമ്പിൾ കൊണ്ട് നോക്കുക. ഇൻഫിക്സ് എക്സ്പ്രഷൻ A × B + C. ഇതിൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ AB*C+ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ട്രീ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓരോ ടേം എടുക്കുക. ഇത് ഓപ്പറേറ്റർ അല്ല എങ്കിൽ അതിനെ സ്റ്റാക്കിനകത്തോട്ട് നോഡാക്കി പുഷ് ചെയ്യുക. എയും ബിയും നോട്ട് ആൽഫബറ്റ്സ്, ദീസ് ആർ 2 നോഡ്സ് ഓഫ് എ ട്രീ. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റ് നോഡ്സ് ആയിട്ട് ഇതങ്ങ് പുഷ് ചെയ്യുന്നു. ദെൻ അനദർ സ്റ്റാർ ഈസ് കമ്മിങ്. അപ്പോൾ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ഫസ്റ്റിൽ ഇരിക്കുന്ന ഓപ്പറാൻഡിനെ, സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കുന്ന ഓപ്പറാൻഡിനെ ഈ ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിലും സെക്കൻഡ്ലി പോപ്പ് ചെയ്തെടുക്കുന്ന ഓപ്പറാൻഡിനെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ആക്കി മാറ്റുന്നു. അപ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആയി മാറും. അപ്പോൾ A × B ആയി മാറും. അതിന് നേരെ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുക. അഗൈൻ നെക്സ്റ്റ് ഓപ്പറേറ്റർ എടുക്കുക സിയെ വീണ്ടും ഒരു നോഡാക്കി മാറ്റി സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ സ്റ്റാക്കിൽ വീണ്ടും 2 ടൈമായി. ദെൻ അടുത്ത് ലാസ്റ്റ് പ്ലസ് വരുന്നുണ്ട്. പ്ലസ് വരുമ്പോൾ വീണ്ടും ഇത് പോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ പോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഈ പ്ലസിൻ്റെ റൈറ്റ് സൈഡിലും സെക്കൻഡിൽ വരുന്നത് ലെഫ്റ്റ് സൈഡിലൊക്കെ വരുന്നു. അപ്പോൾ A × B ദെൻ പ്ലസ് C ഇങ്ങനെയാണ് വരുന്നത്. A × B + C. ഇതാണ് നമ്മുടെ A × B + C. ഇതാണ് നമ്മുടെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. സ്റ്റാക്കിൽ ഓപ്പറാൻഡാണ് വരുന്നതെങ്കിൽ ഓപ്പറാൻഡ്സിനെല്ലാം നോട്ട്സ് ആക്കി മാറ്റി സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുക. ഇനി അതിനകത്ത് ഒരു ഓപ്പറേറ്റർ കിട്ടുമ്പോൾ ആ ഓപ്പറേറ്ററിനെ ഒരു നോഡാക്കി മാറ്റിയിട്ട് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കുക ആദ്യത്തെ ടൈം, ലെഫ്റ്റ് സൈഡാക്കി രണ്ടാമത്തെ ടൈം ആക്കിയിട്ട് അതിനൊരു
സബ് ട്രേ ആക്കി മാറ്റി വീണ്ടും അതിനെ പുഷ് ചെയ്യുന്നു ഇതുപോലെ. ദെൻ അടുത്ത ഓപ്പറാൻഡ് എടുക്കുന്നു, അതിനെയും പുഷ് ചെയ്യുന്നു. ദെൻ അടുത്ത ഓപ്പറേറ്റർ എടുക്കുന്നു. ഓപ്പറേറ്റർ എടുക്കുമ്പം ഇതിൻ്റെ നോഡാക്കി മാറ്റുന്നു, ആ ഓപ്പറേറ്ററിൻ്റെ നോഡാക്കി മാറ്റുന്നു. ദെൻ സി അതിൻ്റെ റൈറ്റ് സൈഡിലും എ ഇൻറ്റു ബി ലെഫ്റ്റ് സൈഡിലുമാക്കി അസൈൻ ചെയ്യുന്നു. ദെൻ വീണ്ടും സ്റ്റാക്കിൽ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എക്സ്പ്രഷനിലെ എല്ലാ ടേമും കഴിയുമ്പോൾ ഇതിനെ നമ്മൾ പോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ this will be the final binary tree of this arithmetic expression. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതാണ് നിങ്ങളുടെ ഫൈനൽ എക്സർസൈസ് എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു അൽഗോരിതം ഉണ്ട്. ഈ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. അത് ഓൾറെഡി നിങ്ങളുടെ എക്സ്പെരിമെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തേർഡ് എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആ അൽഗോരിതമാണ് നമ്മളിത് ഇവിടെ എഴുതിയിരിക്കുന്നത്. സെയിം അൽഗോരിതമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ ഓൾറെഡി അണ്ടർസ്റ്റുഡാണ്. ദെൻ സെക്കൻഡ് പ്രോസസ്സ് എന്ന് ക്രിയേറ്റ് എ ബൈനറി ട്രീ ഫ്രം പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. അത് ഞാനിപ്പോൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ഒരു ബൈനറി ട്രീ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ ട്രാവേഴ്സ് ട്രീ ഇൻ പ്രീ ഓർഡർ ടു ഗെറ്റ് പ്രിഫിക്സ് എക്സ്പ്രഷൻ ആൻഡ് പോസ്റ്റ് ഓർഡർ ടു ഗെറ്റ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. അപ്പോൾ ഒരു ബൈനറി ട്രീ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ട്രാവേഴ്സ് ചെയ്യുക. പ്രിഫിക്സ് ആയിട്ട് ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഓർഡറിൽ ട്രാവേഴ്സ് ചെയ്താൽ പ്രിഫിക്സ് എക്സ്പ്രഷനും പോസ്റ്റ് ഓർഡറിൽ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ക്രിയേഷൻ ഓഫ് ബൈനറി ട്രീ ഫ്രം പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. ഇതെന്താണെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡിക്ലെയർ എ സ്റ്റാക്ക് ഓഫ് ടൈപ്പ് നോഡ് പോയിൻ്റർ, ദെൻ സ്കാൻ ദ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. നമ്മൾ ഇവിടെ കിട്ടുന്ന ഈ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ സ്കാൻ ചെയ്യുക ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ നോഡ് വിത്ത് സ്കാൻഡ് ക്യാരക്ടർ. അത് സ്കാൻഡ് ക്യാരക്ടർ ഇഫ് ഇറ്റ് ഈസ് എയ്തർ പ്ലസ് either operator or operand, we need to create a node based on the scanned character. അപ്പോൾ ആ സ്കാൻഡ് ക്യാരക്ടറിനെ ബേസ് ചെയ്ത് അത് ഓപ്പറേറ്റർ ആയാലും ഓപ്പറാൻഡ് ആയാലും അതിനെ ബേസ് ചെയ്തൊരു നോഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഈസ് ചെക്കിങ് ഇഫ് ദ സ്കാൻഡ് ക്യാരക്ടർ ഈസ് ആൻ ഓപ്പറേറ്റർ, then pop the node from the stack and assign it to the right child of the new node. Again pop the next node from the stack and assign it to the left child of the new node and push the new node into the stack. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ദെൻ അതർവൈസ് പുഷ് ന്യൂ നോഡ് ഇൻ ടു ദ സ്റ്റാക്ക്. ഓപ്പറേറ്റർ അല്ല എങ്കിൽ ആ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടർ വെച്ചിട്ടുള്ള നോഡിനെ ആ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യാം. റിപ്പീറ്റ് സ്റ്റെപ്സ് 2 to 4 അണ്ടിൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഈസ് സ്കാൻഡ്. അപ്പോൾ 2 മുതൽ 4 വരെയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യുക അണ്ടിൽ ദ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഈസ് സ്കാൻഡ്. Once the scanning is over, the final node in the stack is the root node of the expression tree. അപ്പം ഇത് കഴിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റിൽ ഇതുപോലെ ഇരിക്കും. അതാണ് എക്സ്പ്രഷൻ ട്രീയുടെ ഫൈനൽ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. Then these two are the traverse of prefix, pre-order and post-order. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ ബൈനറി ട്രീയിലോട്ട് കൺവേർട്ട് ചെയ്ത് പ്രീ ഓർഡർ പോസ്റ്റ് ഓർഡർ പ്രിഫിക്സും പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനും പ്രിൻ്റ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ തോന്നുന്നു. ഇനി നമുക്കിതിൻ്റെ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എക്സ്പെരിമെൻ്റ് 3യിൽ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൺവേർഷൻ ആൻഡ് ഇവാലുവേഷനാണ്, സിംഗിൾ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് ഓൾട്ടറേഷൻ ചെയ്ത് കാണിക്കുന്നു. അല്ലെങ്കിൽ ഒരു ലെങ്തി പ്രോഗ്രാമായിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ആ പ്രോഗ്രാം ഞാനിങ്ങനെ എടുത്തിട്ട് അതിനെ ഒന്ന് ഓൾട്ടർ ചെയ്യുകയാണ്.
അപ്പോൾ ആ പ്രോഗ്രാമിനെ ഞാനൊന്ന് കോപ്പി ചെയ്തെടുക്കാം. അതിന് എക്സ്പെരിമെൻ്റ് 7.c ആയിട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതുവരെ ആണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇൻഫിക്സ് എക്സ്പ്രഷൻ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കും. ഇത് എൻ്റെ ഇവാലുവേഷനാണ്. ഇത് ഞാനങ്ങ് കളയുകയാണ്, അത് വേണ്ട. പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവിടേക്ക്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനായി. ഇനി നമുക്ക് ട്രീ ക്രിയേറ്റ് ചെയ്യേണ്ട അൽഗോരിതമാണ്. അപ്പോൾ നമുക്ക് ട്രീക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ക്യാരക്ടറാണ്, ക്യാരക്ടറാണ് ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറാൻഡ് രണ്ടും ഒരു സെയിം സാധനം തന്നെ. അതുകൊണ്ട് ഞാൻ ഓപ്പി എന്നിട്ടതേ ഉള്ളൂ. ദെൻ സ്ട്രക്ട് സ്റ്റാർ ലെഫ്റ്റ് സ്റ്റാർ റൈറ്റ്. ഇത് ലെഫ്റ്റ് ചെയ്യാണ്ട് റൈറ്റ് ചൈൽഡ് ആൻഡ് നോഡ് ടൈപ്പ് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്കൊരു ക്രിയേറ്റ് എന്നുള്ള ഫങ്ഷൻ കൂടെ വേണം. അത് നോഡ് സ്റ്റാർ ക്രിയേറ്റ്, നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കൊരു ആർഗ്യുമെൻ്റായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. ഓപ്പി ആർഗ്യുമെൻ്റായിട്ട് വരുന്നു. ഓപ്പറേറ്റർ ഓപ്പറാൻഡാണ് ആർഗ്യുമെൻ്റ്. അപ്പം നോഡ് സ്റ്റാർ ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു നോഡ് സ്റ്റാർ malloc size of malloc ഫങ്ഷൻ ഉള്ളതുകൊണ്ട് ലൈബ്രറി കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ math.hന്റെ ആവശ്യമില്ല, കാൽക്കുലേഷൻ ഇല്ല. stdlib.h മെമ്മറി ലൊക്കേഷൻ ചെയ്തു. ന്യൂ നോഡ് OP is equal to OP node left is equal to null node right is equal to null. Then return new node. Then on the create function. ഇവിടെ നമ്മൾ ഞാനൊരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യണം. നോഡ് അത് ശരിക്കും പറഞ്ഞാൽ നോഡിൻ്റെ ശരിക്കും പറഞ്ഞാൽ ട്രീയുടെ സ്റ്റാക്കാണ്. അപ്പോൾ നോഡ് സ്റ്റാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നോഡ് ടൈപ്പിലെ സ്റ്റാക്ക്. അപ്പോൾ അതിൻ്റെ അതൊരു പോയിൻ്ററാണ്. അപ്പോൾ ഞാൻ സ്റ്റാർ നോഡ് സ്റ്റാക്ക് ആണ്ട് എൻ സ്റ്റാക്ക് എന്ന പേര് കൊടുത്തു. എൻ സ്റ്റാക്ക്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ നമുക്ക് എത്ര എലമെൻറ്റ് കപ്പാസിറ്റി ഞാൻ ഒരു ജെ ആൾറെഡി പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ്റെ ലെങ്താണ്. അതുവരെ ഞാനൊരു പോയിൻ്റ് സ്റ്റാക്ക് അറേ കൊടുത്തു. ഞാൻ ടോപ്പിന് ഇനിഷ്യലി -1 ആക്കുക. നമ്മൾ ആൾറെഡി ടോപ്പുണ്ട്. ദെൻ I എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഈക്വൽ ടു 0 ആക്കി വയ്ക്കുന്നു. നമ്മൾ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് IS 0 ആക്കുന്നു. ഇനി വൈൽ ലൂപ്പ് എഴുതുക. വൈൽ I less than strlen of
പോസ്റ്റ് ഫിക്സ്. എന്നിട്ട് ഞാനൊരു ഓപ്പറേറ്ററിനകത്തോട്ട് ഓപ്പറേറ്റർ ഓർ ഓപ്പറൻറ്റ് അടുത്തോട്ട് ഓരോന്നായിട്ട് എടുക്കുകയാണ്. പോസ്റ്റ് ഫിക്സ് ഓഫ് ഐ എടുത്തു. ഇനി അതിനൊരു നോഡ് ക്രിയേറ്റ് ഓക്കെ. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അൽഗോരിതത്തിൽ പറയണത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അൽഗോരിതത്തിൽ പറയുന്നത് സ്കാൻ ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ലെഫ്റ്റ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ നോഡ് വിത്ത് ദ സ്കാൻഡ് ക്യാരക്ടർ. ഇഫ് ദ സ്കാൻഡ് ക്യാരക്ടർ ഈസ് ആൻ ഓപ്പറേറ്റർ, പോപ്പ് ദ node from the stack and assign it to the right child of the new node. അപ്പോൾ ഇത് ഓപ്പറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓപ്പറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോപ്പ് ചെയ്തെടുക്കുന്ന ക്യാരക്ടർ നോട്ട് ആൽഫ ന്യൂമറിക് OP ആണെങ്കിൽ അത് ഓപ്പറേറ്റർ ആണെങ്കിൽ, അതായത് ആൽഫ ന്യൂമറിക് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ന്യൂ നോഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാക്കിൽ നിന്ന് പുഷ് ചെയ്യുന്ന പോപ്പ് ചെയ്യുന്ന എൻ സ്റ്റാക്ക് ടോപ്പ് മൈനസ് വയ്ക്കുക. ന്യൂ നോഡ് ആരോ ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു എൻ സ്റ്റാക്ക് ഓഫ് ടോപ്പ് രണ്ടാമത്തെ പോപ്പ് ചെയ്തെടുക്കുന്നത് വയ്ക്കുക. എന്നിട്ട് ഇതിനെ അത് പുഷ് ചെയ്യുക, സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ എൻ സ്റ്റാക്ക് അത് ഓപ്പറേറ്റർ ആയാലും ഓപ്പറൻ്റ് ആയാലും ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് പുഷ് ചെയ്യുക. എൻ സ്റ്റാക്ക് പ്ലസ് പ്ലസ് ടോപ്പ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ് പുഷ് ചെയ്യുക. ദെൻ ഐ ഇൻക്രിമെൻ്റ് ചെയ്യുക. നെക്സ്റ്റ് എടുക്കുക. ഈ പ്രോസസ് കണ്ടിന്യൂ അണ്ടിൽ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. അപ്പോൾ ഇത് ഫുള്ള് കഴിയുമ്പോൾ സ്റ്റാക്കിനകത്തിരിക്കുന്ന ഫൈനൽ റിസൾട്ടായിരിക്കും. അതിന് നമുക്ക് ഇങ്ങനെ എടുക്കുക, റൂട്ടാക്കി എടുക്കുക. നോഡ് സ്റ്റാർ റൂട്ട് ഈസ് ഈക്വൽ ടു എൻ സ്റ്റാക്ക് ടോപ്പ് മൈനസ് ഒരെണ്ണേ കാണുള്ളൂ, അതായിരിക്കും അതിൻ്റെ ഫൈനൽ റൂട്ട് എന്ന് പറയുന്നത്. ആ റൂട്ടിന് നമ്മൾ ട്രീയുടെ റൂട്ടാക്കി പ്ലേസ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ റൂട്ടിൻ്റെ ട്രാവേഴ്സിൽ വിളിക്കുകയാണ്. പോസ്റ്റ് ഫിക്സും ഇൻഫിക്സും പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും ട്രാവേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടണം. അപ്പം പ്രിൻ്റ് ഓഫ് prefix pre-order root similarly printf postfix /t post root ഒരു ന്യൂ ലൈൻ കൂടെ കൊടുക്കുക.
പ്രോംപ്റ്റ് താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇൻ ഓർഡർ പ്രീ ഓർഡർ ട്രാവേഴ്സിലും കൊണ്ട് എഴുതണം. പ്രീ ഓർഡർ നോഡ് സ്റ്റാർ റൂട്ട് ഫ്രൂട്ട് പെർസെൻറ്റേജ് നമുക്ക് ക്യാരക്ടറാണ് വരേണ്ടത്. %c കോമ റൂട്ട് ആരോ ഓപ്പി then പ്രീ ഓർഡർ റൂട്ട് ആരോ ലെഫ്റ്റ് പ്രീ ഓർഡർ റൂട്ട് ആരോ റൈറ്റ്. ഇത്രയാണ് നമ്മുടെ പ്രീ ഓർഡർ. അതുപോലെ പോസ്റ്റ് ഓർഡർ നോഡ് സ്റ്റാർ റൂട്ട് പോസ്റ്റ് ഓർഡർ ലെഫ്റ്റ് റൈറ്റ് റൂട്ടാണ്. അപ്പം പോസ്റ്റ് ഓർഡർ റൂട്ട് ആരോ ലെഫ്റ്റ് പോസ്റ്റ് ഓർഡർ റൂട്ട് ആരോ റൈറ്റ് പ്രിൻ്റ് %c റൂട്ട് ആരോ ഓപ്പി. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ബ്രാക്കറ്റ് മിസ്സിങ് ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. if not ഒരു ബ്രാക്കറ്റ് ഇവിടെ മിസ്സിംഗ് ഉണ്ട്. സ്ട്രക്ചർ ഡിഫൈനിൽ സ്ട്രക്ചർ ലിങ്ക് ഈ സാൽ എന്നാണ്. മാർക്കറ്റ്
മിസ്സിങ് ഉണ്ട്. 1 ലൈനിൽ ബ്രാക്കറ്റ് മിസ്സിങ് ആണ്. ഓക്കെ ഓക്കെ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ കൊടുക്കുക a+b ഇൻറ്റു സി. എൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ a+b ഇൻറ്റു സി നമ്മൾ ആൾറെഡി a+b ഇൻറ്റു സി എന്നുള്ളത് ABC സ്റ്റാർ പ്ലസ് കിട്ടിയിട്ടുണ്ട്. അതതിൻ്റെ പ്രിഫിക്സ് എക്സ്പ്രഷൻ നമ്മൾ ആൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രിഫിക്സ് എക്സ്പ്രഷൻ പ്ലസ് a ഇൻറ്റു ബി സി കണ്ടില്ലേ. നമുക്കൊന്ന് പറഞ്ഞ് മറ്റേത് ചെയ്ത് നോക്കാം. a ഇൻറ്റു ബി പ്ലസ് സി. അപ്പോൾ a ഇൻറ്റു ബി പ്ലസ് സി അതിൻ്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് AB സ്റ്റാർ സി പ്ലസ് അതാണ് നമുക്ക് കിട്ടിയത്. a പ്ലസ് സ്റ്റാർ ABC ആണ് എൻ്റെ പ്രിഫിക്സ് എക്സ്പ്രഷൻ. എന്തായാലും ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വളരെ ലെങ്തി ആയിട്ടുള്ള എക്സ്പ്രഷൻ കൊടുത്തു നോക്കുമ്പോൾ സെയിം റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പ്രഷൻ ട്രീ, ഒരു ബൈനറി ട്രീ, ഒരു സിമ്പിൾ അരിത്തമെറ്റിക് എക്സ്പ്രഷനെ ബൈനറി ട്രീയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനും നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പ്രോഗ്രാം ചെയ്ത് നോക്കുക. പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിനെ നിങ്ങൾ കൊടുത്തു നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടിക്കുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.